പടച്ചവനെയതാ പാതിമയ്യം നേരെ സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടപ്പറയിൽ കയറി. രണ്ടുപേരും ഒരുമിച്ച് ഒരു കട്ടിലിൽ, ഒരു മെത്തയിൽ, ഒരു പുതപ്പിന്റെ കീഴില് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു കിടക്കുകയാ. രാവിലെ സുബഹിന്റെ സമയത്ത് ഭാര്യ എഴുന്നേറ്റിട്ട് തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുമ്പോ അല്ലാഹുവേ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ, ഭാര്യ പോലും അറിഞ്ഞില്ല അവിടെ കിടന്നു മരണപ്പെട്ടു പോയത്. തന്റെ ഭർത്താവ് ചാരത്ത് കിടന്നു മരിച്ചതുപോലും അടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. സമയം കിട്ടിയില്ല സഹോദരാ, സമയം കിട്ടിയില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ തൗബ ചെയ്യാതെ ഉറങ്ങരുത്. നമ്മളിൽ പലരും തൗബ ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ പാപം പുറത്തുതാ, പാപം പുറത്തുതാ. മോനെ വെറുതെ പറഞ്ഞാ പോരടാ, പറയുന്നതിലൊരു ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. അതിനൊരുപാട് പറയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാ എത്ര വലിയ പാപവും അല്ലാഹു പുറത്തു തരുമല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തരാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരു മനുഷ്യന് കിടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഞാനൊരു പാപം ചെയ്യില്ല എന്ന് പടച്ച റബ്ബിനോട് ഞാൻ അവിടെ നിന്ന് പശ്ചാത്തപിച്ചു തൗബ ചെയ്തു മടങ്ങി. പിന്നെയും ഞാനത് ചെയ്തു നബിയേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അള്ളാഹുവിനോട് ഒരു പാപം ചെയ്യില്ല എന്ന് പറഞ്ഞു, പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കള്ള് കുടിക്കില്ല എന്ന് നീ അള്ളാഹിനോട് തൗബ ചെയ്തു. ഇനി വ്യഭിചരിക്കില്ല, ഇനി സീരിയൽ കാണില്ല എന്ന് അള്ളാഹുവിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങി. പിറ്റേ ദിവസവും നീ കണ്ടു, എന്ത് ചെയ്യണം? പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും നീ കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. ഏതുവരെ ഇബ്ലീസിന് മനസ്സിലാകണം ഇനി ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നീ കള്ളു കുടിച്ചു, ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം കൂട്ടുകാർ ഫ്രീ ആയിട്ട് മേടിച്ചു വന്ന് കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. ഇങ്ങനെ കുടിച്ച് തൗബ ചെയ്ത് ഏതുവരെ? അവസാനം നിന്നെ കുടിപ്പിക്കണ ശൈത്താനുണ്ടല്ലോ, അവന് തന്നെ തോന്നണം ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല, തോറ്റു പോകണം. അതുവരെ തൗബ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നിലവിളിയല്ല, നമ്മളിങ്ങനെ വിളിച്ചു കൂവി, അതൊന്നും അല്ലപ്പോൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക, വല്ലാതെ വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ ചങ്ങാതി എടുത്ത് പോയി പറയാ, അവൻ്റെ റബ്ബ് ചെവി കേൾക്കുന്ന ആടാ, ചെവി കേൾക്കാത്ത ആടല്ലെന്ന്. ഒരുപാട് നിലവിളിക്കാനും പാടില്ല, ഒരുപാട് ശബ്ദം കുറയ്ക്കാനും പാടില്ല. രണ്ടിൻ്റെയും മധ്യമായ രീതി. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ തൗബ പോലല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നബിയുടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, ആകെ പ്രശ്നമാണ്. നമ്മൾ മഴ കൊണ്ടാ പ്രശ്നം അല്ലേ? അവിടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, വല്ലാതെ പ്രയാസവാ, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ല നബിയെ, വല്ലാത്ത പ്രയാസവാ, അതുകൊണ്ടൊരു പരിഹാരം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ഒരു വലിയ ഗ്രൗണ്ടിൽ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. 70,000-ൽ പരം വരുന്ന ആൾക്കാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹ്, മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാഹ്, വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാഹ്.
മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുന്നില്ല. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അതാ മൂസാ നബിയോട് പറയുന്ന, മൂസ നബിയേ, ദുആ സ്വീകരിക്കൂല, മഴ പെയ്യൂല, മഴ പെയ്യൂല, ദുആ സ്വീകരിക്കില്ല. കാരണമെന്ത് ജിബ്രീൽ? കാരണമെന്താണ് ജിബ്രീൽ? മൂസാ നബിയേ, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില്, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് അല്ലാഹുവേ 40 വർഷമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന ഒരുത്തനുണ്ട്. 1-2 വർഷമല്ല, 40 വർഷമായിട്ട് പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഈ മജ്ലിസിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇവിടുന്ന് ദുആയിക്ക് ഉത്തരമില്ല. അല്ലാഹുവേ, മൂസാ നബി അവിടുന്ന് ചിന്തിക്കുന്നു, ആരാ അല്ലാ, 40 വർഷമായി പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്ന ആ മോശക്കാരനായ മനുഷ്യനാരാ അല്ലാ? മൂസാ നബി അവിടുന്ന് വിളിച്ചു പറയുകയാ, ഈ കൂട്ടത്തിൽ പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്. 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു തനി മജ്ലിസിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇന്നിവിടം മഴ പെയ്യൂല. അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാ? 40 കൊല്ലമായി പടച്ചറപ്പ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അവന് നന്ദികേട് കാണിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യരാരോ? അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം അവിടെ നിന്ന് നോക്കുകയാണ്. ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനും കേൾക്കുകയാണ്, അല്ലാഹുവേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാ, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ ജനങ്ങളെല്ലാവരും എന്നെ അറിയുമല്ലോ. അല്ലാ, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ. അല്ലാ, മഴ പെയ്യില്ലല്ലോ. അല്ലാ, ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ്. അവിടെ നിന്ന് കുറ്റബോധം തോന്നുകയാണ്. അവിടെ നിന്ന് ഞാൻ ചെയ്തത് പാപമാണെന്നുള്ള ഒരു ചിന്ത കടന്നു വരികയാണ്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ആ ഇരുന്ന ഇരിപ്പില് അടുത്തിരിക്കുന്നവര് പോലും കേൾക്കാതെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ഏറ്റു പറയേണ്ടത്? പറയേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലാ, പടച്ചവനെ, ഇന്ന് വരെ ചെയ്തത് പാപമാ, ഇനി ഒരിക്കലും ചെയ്യില്ല. അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല. അല്ലാ, ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിന്നെ മറന്ന് ഞാൻ നടക്കില്ല തമ്പുരാന്. എനിക്ക് നീ പൊറുത്തുകാതാ അല്ലാ, എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് തൗബ ചെയ്യുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. അല്പസമയം കഴിയുമ്പോ കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയാ, മഴ പെയ്യുകയാ, മഴ പെയ്യുകയാ. മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ. അല്ലാ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ. അല്ലാ, പടച്ചവനെ, പിന്നെ മഴ പെയ്തല്ലോ. മൂസാ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ നബിയേ. തൗബ
തൗബ എന്ന് പറയുന്നത് ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഒരുപാട് നിലവിളിച്ചില്ല, ഒരുപാട് വിളിച്ചുകൂവിയില്ല, മണിക്കൂറുകൾ ദുആ ചെയ്തില്ല, പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ആത്മാർത്ഥതയുണ്ടായിരുന്നു, ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മഴ പെയ്തതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അത് വഅദ് പറയുന്ന സദസ്സിലാണോ, പ്രസംഗിക്കുന്ന സമയത്താണോ, റോഡിലാണോ, വാഹനത്തിലാണോ, വീട്ടിലാണോ, നിസ്കാരപ്പായിലാണോ, പടച്ചവനെ ഹോസ്പിറ്റലിലാണോ, എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ലല്ലോ, നാവ് പൊങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, നീ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബാരാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ പറഞ്ഞു കൊടുക്കു നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും, അവരെത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാ, വെറുതെ കിടന്ന് പറഞ്ഞാ പോരാ, പറയേണ്ടത് എങ്ങനെയെന്നറിയുമോ? പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവരെ പറ്റിപ്പോയതാ അല്ലാ, ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, അല്ലാതെ ധിക്കരിച്ചു കൊണ്ട് ചെയ്തതല്ല അല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ, നിന്റെ അടിമയെ നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാ, തൗബ ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലാ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ, എന്റെ പാപമ പൊറുക്കണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണേ, അല്ലാതെ ചുമന്നുകൊണ്ട് നടക്കരുത് മോനെ. എത്ര വലിയ പാപവും ചുമന്നുകൊണ്ട് നടക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. കാരണം അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഇത് പറയുമ്പോഴാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരുന്നത്. മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കേൾക്കാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു വിടുകയാ. കാരണം ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയുമോ? അതാ വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. മായിസ മുത്തി നബിയുടെ മുന്നിൽ വന്ന് കരയുമ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ മായിസിന് കിടന്നിട്ടുറക്കം വരുന്നില്ല. പിന്നെയും എഴുന്നേറ്റില്ല. ഹദറത്ത് റസൂലില്ലാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് പിന്നെയും കടന്നുപോയി. നബിയെ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ, മായിസ് കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. എന്തിനാ പടച്ചവനെ അങ്ങനെ പറഞ്ഞതെന്നറിയോ? നീ അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങ, റബ്ബ് നിനക്ക് പുറത്തു തരും. നീ ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങണ്ട എന്ന് കരുതിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, കള്ള് കുടിച്ചിട്ടില്ല. മൂന്നാമതും മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെയും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോ അല്ലാഹു എന്നെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ലല്ലോ. ഇവിടെ വെച്ചത് ഏറ്റുകഴിഞ്ഞാൽ, ഈ ശിക്ഷ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ. സഹാബാ, മായിസിനെ എറിഞ്ഞു കൊല്ല് സ്വഹാബാ. മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അള്ളാഹ് ശിക്ഷിക്കൂല. അതുകൊണ്ട് ഇവിടത്തെ ഞാൻ ഏക്കാം, അവിടത്തെ എനിക്ക് പറ്റൂല. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾ എറിഞ്ഞു കൊന്നു. പിന്നീട് ഒരിക്കൽ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇത് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊന്ന അവിടുത്തെ സഹാബിയുടെ അവിടുത്തെ ഖബറാണ്, മായിസിന്റെ ഖബറാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്, മായിസ് സ്വർഗത്തിലാണെന്ന്. അപ്പം മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ വ്യഭിചരിച്ചൊരു പെണ്ണുണ്ടായിരുന്നു. ഓളിതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, 2ാമത്തെ പ്രതി ഞാനാ നബിയെ, ഞാൻ ഗർഭിണിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാൻ. കാരണം ഗർഭിണിയായൊരു പെണ്ണ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരൂലല്ലോ. ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരൂലല്ലോ. നബി പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാൻ. ഈ പെണ്ണ് പോയി പ്രസവിച്ചിട്ട് ചോര കുഞ്ഞും എടുത്തോണ്ട് മുത്തുനബിയുടെ മുന്നിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാ നീ പോയി പാല് കൊടുത്തിട്ട് വാ. കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ, ഭക്ഷണം തിന്നുന്നവരെ. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടാലെങ്കിലും ഈ പെണ്ണിന്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു. ഇല്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തതോ, നബിയെ തിന്നാൻ തുടങ്ങി നബി, ഇനി എനിക്ക് ശിക്ഷത. നമ്മൾ ഒളിച്ചും പാത്ത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അള്ളാന്റെ മുന്നിലൊന്ന് പറയാൻ പോലും നമുക്ക് മനസ്സില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, 2 തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയും? ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുക. ഇന്ന് ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തു. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന വഴിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചു, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി, നിങ്ങൾ മരിച്ചുപോയി. നാളെ നിന്റെ ജനാസ ഇവിടുത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി, ഉസ്താദൊക്കെ കൊണ്ടുപോയി, നമസ്കാരമെല്ലാം കഴിഞ്ഞു. പള്ളിപ്പറമ്പിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഖബറാളികൾക്ക് വലിയ സന്തോഷമാണ്. നീ പോകുന്നത് കാരണം നീ തൗബ ചെയ്തിട്ട് മരിച്ചവനാ. നീ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് മരിച്ചവനാ. നീ പോകുമ്പോൾ ഖബറാളികൾക്ക് വലിയ സന്തോഷം. എന്തിനെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ജനാസ ഖബറിൻ്റെ അകത്ത് ഇറക്കി വെക്കുമ്പോൾ നിന്റെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികളുണ്ടല്ലോ, നിന്റെ അയൽവാസികൾ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വലിയ സന്തോഷം. നിന്റെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് പോലും നിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, ഹാഫിളിൻ്റെയോ ആലിമിൻ്റെയോ പ്രതിഫലമല്ല. ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, നിന്റെ അയൽവാസിക്ക്, നിന്റെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുന്നവന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കുമെങ്കിൽ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന് ചിന്തിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ല, തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന ഖബറാളികൾ നിന്നെ ശപിക്കും. എടാ,
സിറാജെ, എൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയായിരുന്നല്ലോ. എടാ, എനിക്ക് വേണ്ടി കബറ് കുടിച്ചത് നീയായിരുന്നല്ലോ. എൻ്റെ മയ്യത്ത് കഫം പൊതിഞ്ഞത് നീയായിരുന്നല്ലോ. എന്നെ കബറടക്കാൻ കബറിൽ ഇറക്കി വെച്ചത് നീയായിരുന്നല്ലോടാ. അള്ളാഹു നിനക്ക് ഇത്രയും അവസരം തന്നിട്ട് നീ കളഞ്ഞല്ലോടാ. നീ ഒന്ന് തൗബ ചെയ്തിരുന്നെങ്കിൽ നീയും രക്ഷപ്പെടുമായിരുന്നു, ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു. നീ ചെയ്തില്ലല്ലോടാ എന്ന് കബറാളികൾ പോലും നിന്നെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കബറാളികൾ പോലും നമ്മളെ ശപിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യാം. ഇന്ന് ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രിയാണോ നമുക്കറിയില്ല. ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രി ഇന്നത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്കൊന്ന് പശ്ചാത്തപിക്കാം. വെറുതെ ദുആ ചെയ്താൽ പോരാ, വെറുതെ ദുആ ചെയ്താ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നമ്മളെ കൊണ്ട് കരയാൻ കഴിയില്ല. ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ ചെയ്തു പോയ പാപം ഓർത്തിട്ട് നമുക്ക് കരയാൻ പറ്റൂല. അത് റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അഭിനയിക്കണേ, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഏറ്റുപറയുമ്പോ നമുക്കൊന്ന് അഭിനയിക്കാം, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കാം. അങ്ങനെയെങ്കിലും നമ്മുടെ പാപമൊന്ന് പടച്ച റബ്ബ് പുറത്തു തരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചവനെ, 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പയും ഉമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്. വാപ്പ ജീവിതത്തിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഇന്ന് രാത്രി നീ മരണപ്പെട്ടു പോയാൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? നീ വീട് കെട്ടിയിട്ടുണ്ട്. ആർക്ക് വേണ്ടി? നിന്റെ മക്കൾക്ക് വേണ്ടി. നിന്റെ ഭാര്യയ്ക്ക് കിടന്ന് സുഖിക്കാൻ നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് മക്കള് തല്ല. എന്തിനു വേണ്ടി നീ പണിത നിന്റെ വീടിന് വേണ്ടി, ബാങ്കിൽ കിടക്കുന്ന നിന്റെ പണത്തിന് വേണ്ടി? പടച്ചവനെ, മക്കള് നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പാപ്പാടെ ഖബറെവിടെയാണെന്ന് മക്കൾക്കറിയാറില്ല. യാസീൻ ഓതുന്ന മക്കളില്ല. തിരക്കല്ലേ, തിരക്കല്ലേ. പടച്ചവനെ, സഹോദരാ, നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? അല്ലാഹുവേ, കോവിഡ് എന്ന് പറയുന്ന രോഗം വന്ന 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ അതാ ഐസുവിനകത്ത് കിടക്കുകയാ. മരിക്കാൻ സമയമെടുത്തു, മരിക്കാൻ സമയമെടുത്തു. ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഒന്നുമില്ല, മരണം ഉറപ്പാ. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 2 മക്കളുള്ള പാവപ്പെട്ടവൻ കിടന്ന് കരയുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്ന അമുസ്ലിമായ ഡോക്ടറിന് വരെ സങ്കടം തോന്നി. കരയുകയല്ലേ, ചെറുപ്പക്കാരനല്ലേ, 36 വയസ്സല്ലേ ഉള്ളൂ, ചെറുപ്പത്തിലെ മരിക്കുകയല്ലേ. അതുകൊണ്ട് എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. എങ്കിലും ചെറുപ്പക്കാരനായ മുസ്ലിമായ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി, ഇനി ദൈവത്തിന്റെ കയ്യിലാ, ഇനി ദൈവത്തിന്റെ കയ്യിലാ. നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? 36 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കാൻ പേടിച്ചിട്ടല്ല, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, മരിക്കാൻ പേടിച്ചിട്ടല്ല. ഞാൻ കരയുന്നത് മരണമെടുത്തത് കൊണ്ടല്ല. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, അള്ളാടെ മുന്നിൽ പോകുകയല്ലേ. ഈ 36 കൊല്ലത്തിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. 36 വയസ്സുള്ള മനുഷ്യൻ തൻ്റെ മരണമെടുത്തപ്പ കരഞ്ഞു പോയെങ്കിൽ 40ഉം 50ഉം 60ഉം വയസ്സുള്ള വാപ്പാ, നിനക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിനക്കെന്തേ ആ തോന്നല് കടന്നു വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ,
എന്തേ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ കുടുംബക്കാര് മുഴുവനും ചാരത്ത് വന്ന് നിന്ന് കരയുകയാ. അവിടുന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത്, വാപ്പയുടെ ചാരത്ത് മക്കള് വന്ന് നിന്നിട്ട് സങ്കടപ്പെടുമ്പോ മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്നെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയണ്ട. ഈ കാണുന്ന റൂമിനകത്തിരുന്ന 8000 ഖത്തം ഞാൻ ഓതി വച്ചിരിക്കുന്നത്. ഈ മരിക്കാൻ കിടക്കുന്ന റൂമിനകത്ത് കിടന്നിട്ടാണ് 8000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതിയിരിക്കുന്നത്. എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? 8000 പോയിട്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കൽ പോലും ഓതാത്ത ഉപ്പമാരില്ലേ, എൻ്റെ ഉമ്മമാരില്ലേ? എന്തേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, വാപ്പാ മക്കൾക്ക് ഖബർ എവിടാണെന്നറിയില്ല. പള്ളിയിലെ ഉസ്താദന്മാർക്കറിയാ. പല മക്കളും വന്നിട്ട് പറയും, ഉസ്താദേ എൻ്റെ ഉപ്പ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ, ഒന്ന് ദുആ ചെയ്യോ. എൻ്റെ ഉപ്പായ്ക്ക് മരണം ഖൈറാണെങ്കിലൊന്ന് മരിക്കാൻ. അവനും നോക്കി മടുത്തു, അവനും ആഗ്രഹിക്കുന്നു ഒന്ന് മരിക്കാൻ. അതുകൊണ്ട് ഉപ്പമാരെ, ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു വെക്ക്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക്. ഈമാനുള്ള ഒരു മരണം വേണ്ടേ? 6 അടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? തെണ്ടണ്ട ഗതികേട് വരരുത്. റസൂലുള്ള പറഞ്ഞു, സ്വഹാബ, മയ്യത്തുകൾ യാചിക്കുകയാ. പടച്ചവനെ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ അല്ലാ എന്നും മയ്യത്ത് യാചിക്കുമെന്നാണ്. മാതാപിതാക്കൾ മരിച്ചുപോയി, മക്കൾക്ക് സമയമില്ല, കൂടപ്പിറപ്പുകൾക്ക് സമയമില്ല, കുടുംബക്കാർക്ക് സമയമില്ല. ഉപ്പാ, നീ തന്നെ നിന്റെ ഉപ്പയുടെ ഖബറിൽ പോകുവോ? പലർക്കും ഉപ്പാടെ ഖബറില്ല. എങ്കിൽ നീ ചിന്തിക്ക്, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാണ്. പടച്ചവനെ, മക്കള് ഗൾഫിലാണ്, ജോലി സ്ഥലത്താണ്, അവർക്കൊന്ന് വല്ലപ്പോഴും വരുമ്പോ ഉപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്നൊന്ന് ദുആ ചെയ്യാൻ പോലും അറിയില്ലെങ്കിൽ എന്ത് നേടി ഈ ജീവിതം കൊണ്ട്? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക്. ഇല്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെയ്തു വെക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരാളും തൗബ ചെയ്യാതെ മരിക്കല്ലേ. ഒരാളും തൗബ ചെയ്യാതെ മരിക്കരുത്. അല്ലാഹുവേ, പടച്ചവനെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ജീവിതത്തിൽ പിഴവ് പറ്റാത്ത ആരുമില്ല. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിച്ചവരുണ്ട്. പക്ഷേ എങ്ങനെ ജീവിച്ചവരാണെങ്കിലും നീ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിരിക്കണം. നീ എവിടെന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കണം. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുകയാ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പടച്ചവനെ, നമ്മൾ മനുഷ്യരാ, മലക്കുകളല്ല. നമുക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. നമ്മളെ പിഴപ്പിക്കാൻ ഇബ്ലീസുമുണ്ട്, അവന്റെ അനുയായികളുണ്ട്. എല്ലാവരും നമ്മളെ പിഴപ്പിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റൂല. നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. പക്ഷേ ഏറ്റവും നല്ലവനാരെന്നറിയോ? പാപം ചുമക്കുന്നവനല്ല,
പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല, ചെയ്തു പോയ പാപം അല്ലാഹുവോട് ഏറ്റു പറയുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പൊറുക്കുമല്ലോ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അതുകൊണ്ട് ഉസ്താദേ, ഞാൻ കള്ള് കുടിച്ചവനാണ്, ഞാൻ പെണ്ണ് പിടിച്ചവനാണ്, ഞാൻ പലിശ തിന്നവനാണ്, ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചവനാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണെ നന്നാകാതെ നടക്കരുത്. നീ എത്ര വലിയ പാപം ചെയ്താലും നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ അള്ളയുണ്ടല്ലോ, നിന്റെ റബ്ബുണ്ടല്ലോ. ആ റബ്ബുണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? പാപം ചെയ്യാത്ത ആരുമില്ല, എന്തിനാടാ ഭയപ്പെടുന്നത്? അല്ലാഹുവിനോട് ചോദിക്കാൻ നീ എന്തിനെ ഭയപ്പെടുന്നത്? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്തിനാ മോളെ പേടിക്കുന്നത്? നിന്റെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കാൻ എന്തിനാ മടി കാണിക്കുന്നത്? നിന്റെ റബ്ബാരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. എന്നിട്ട് അള്ളവന് സ്വർഗം കൊടുത്തെന്ന ഹദീസ് ഉണ്ടല്ലോ. എത്രയോ പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവനല്ല പുറത്തു കൊടുത്തല്ലോ. മോളെ, നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ മയ്യത്ത് കബറ് മാന്തിയിട്ട് കബറിന്റെ അകത്ത് കിടന്നിട്ട് വ്യഭിചരിച്ചവനല്ലാഹു പുറത്തു കൊടുത്തടാ ചെറുപ്പക്കാരാ. നീ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? എത്ര വലിയ പാപം ചെയ്താൽ പടച്ച റബ്ബിന് കഴിയുമല്ലോ, അല്ലാഹു പുറത്തു തരുമല്ലോ. പക്ഷേ എന്തേ പൊറുക്കാത്തത്? എന്തേ പൊറുക്കാത്തത്? നമ്മളിൽ പലരും ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല. വെറുതെ പാപം പൊറുക്കെന്ന് പറഞ്ഞാ പോരാ, അല്ലാഹുവിന്റെ മുന്നിൽ പറയേണ്ടതുപോലെ പറയണം, പറയേണ്ടതുപോലെ പറയണം. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബ് നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയേണ്ടതുപോലെ പറയണാമോര്. വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. പറയേണ്ടതുപോലെ ഒരേ ഒരു വാക്ക് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല, പാതിരാത്രി കരയണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും അല്ലാഹു പുറത്തു തരുമെന്ന് എത്രയോ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പറയുകയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജനങ്ങൾ വന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, മഴയില്ല നബിയേ, മഴയില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, മൃഗങ്ങൾ പോലും ചത്തുപോവുകയാണ്, ഒന്നിനും കുടിക്കാൻ വെള്ളമില്ല നബിയേ. അല്ലാഹുവിനോട് വിടുന്ന ദുആ ചെയ്യുമോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് പറയുകയാ. മൂസാ നബി അവിടുന്ന് ഒരു ദിവസം ജനങ്ങൾ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരോടും ഒരു ദിവസം അവിടുന്ന് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ദിവസം അവിടുന്ന് ഒരുമിച്ച് കൂടുകയാണ്. 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്, 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്. എല്ലാവരും പടച്ചവര്, ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ഗർഭിണികളും രോഗികളും 70,000-ൽ പരന്ന
ജനസാഗരം ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു. അല്ലാ, മഴ തരണേ അല്ലാ. അവിടുന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. അവിടുന്ന് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് കൈപൊക്കിയിട്ട് ദുആ ചെയ്യുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു മഴ തരൂല, അല്ലാഹു മഴ തരൂല. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയോ? ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ഈ വരുന്ന 70,000 വരുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനുണ്ട്. അവനിവിടന്ന് പോകാതെ റബ്ബ് മഴ തരില്ല നബിയേ. അവിടുന്ന് ചരിത്രം പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, ജനങ്ങളോട് വിളിച്ചു പറയുകയാ. ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല. അവൻ എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്. ആരാണല്ലോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ച് നടന്നവനാരാ? പടച്ചവനെ എല്ലാവരും അവിടുന്ന് പരസ്പരം നോക്കുകയാണ്. ആ ജനങ്ങൾക്ക് നടുവില് അല്ലാഹുവിനെ മറന്ന് നടന്ന മനുഷ്യനും ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ റബ്ബ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കുറിച്ചാണല്ലോ മൂസാ നബി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ എന്നെ അറിയുമല്ലോ അല്ലാ, നാണം കെടുമല്ലോ അല്ലാ. ആ മനുഷ്യൻ എന്തേ ചെയ്തതെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, ഇത്രയും കാലം ചെയ്തത് പാപമാണല്ലോ. എങ്ങനെ തൗബ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹുവേ, ഇനി മുതൽ ഞാൻ നിന്നെ മറന്ന് ജീവിക്കില്ല അല്ലാ. ഇന്നുവരെ ചെയ്തത് മുഴുവനും നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല അല്ലാ. പടച്ചവനെ, എന്റെ തൗബ നീ സ്വീകരിച്ച നീ മഴ തരണേ അല്ലാ. മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുകയാ. നിമിഷങ്ങൾ കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോയില്ല. എന്നിട്ടും അവിടന്നും മഴ പെയ്തല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് അവിടന്ന് അത്ഭുതമായി. അല്ലാഹുവേ, എങ്ങനെയാണ് മഴ പെയ്തത്? എങ്ങനെയാണ് മഴ പെയ്തത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ പാപം ചെയ്ത മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. അവന് തൗബ ചെയ്ത സന്തോഷത്തിൽ മഴ കൊടുത്തതാണ് മൂസാ. പടച്ചവനെ, പെങ്ങള്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസോടുകൂടി വേണമെന്നും പറയാ. ഇഖ്ലാസോടുകൂടി വേണം തൗബ ചെയ്യാൻ. അതുകൊണ്ട് വെറുതെ നടന്നാ പോരാ. പെങ്ങള്, പാപം പൊറുക്കണമെങ്കിൽ ഒരുപാട് നിലവിളിക്കണമെന്നില്ല, ഒരുപാട് കരയണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, പറയുന്നത് ഒരു വാക്കാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, പറയണം. പെങ്ങളെ, മക്കളെ, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിനോട് പറയണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞല്ലോ, ഇസ്തിഗ്ഫാർ തൗബയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. ഇസ്തിഗ്ഫാർ പറഞ്ഞോ, ഇസ്തിഗ്ഫാർ പറഞ്ഞോ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ, ഇസ്തിഗ്ഫാർ തൗബയാ. ഇമാം ഗസ്സാലി തങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപം പൊറുത്തവന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അതുകൊണ്ട് സമയമുണ്ട് മക്കള്, സമയമുണ്ടടാ. അല്ലാഹുവിന്റെ മുന്നിൽ ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിറു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഏതുവരെ എന്നറിയുമോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അവിടെ ആത്മാർത്ഥമായിട്ട് പറയുകയാ, തൗബ ചെയ്യാതെ പിരിയല്ലേ. എത്ര സമയമായാലും പാതിരാത്രി എത്ര മണിയായാലും ഇവിടെ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്തു പിരിയുകയാ. മനസ്സിൽ നിയ്യത്ത് ചെയ്യ്, മനസ്സിൽ നിയ്യത്ത് ചെയ്യ്. പ്രതിഫലമെന്തെന്നറിയോ? പ്രതിഫലമെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാവരും ഈ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തത് മുഴുവനും ഈ മഖാമിന്റെ മുന്നിൽ കഴുകി കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് രാത്രി നമ്മളെ വീട്ടിലേക്ക് കടന്നുപോയി, രാവിലെ വിളിക്കുമ്പോ എഴുന്നേറ്റില്ല, ഈ കിടപ്പിൽ കിടന്നങ്ങോ മരിച്ചു പോയാ നാളെ രാവിലെ വരക്കൽ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണവാർത്ത വിളിച്ചു പറയുമല്ലോ. ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് ഒഴുകുമല്ലോ. അവസാനം വീടിന്റെ പരിസരത്ത് നിന്നെ എടുത്ത് കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് റബ്ബേ, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഏറ്റവും വില കുറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത 3 കഷ്ടമ തുണിയുണ്ടല്ലോ, ആ തുണിക്കകത്തേക്ക് നമ്മളെ മലർത്തിക്കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ കുറച്ചു പഞ്ഞി എടുത്തിട്ട് അതിനകത്ത് സുഗന്ധം തേച്ചിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നാളെ നിലവിളിയാ, നാളെ നിലവിളിയാ. കൊണ്ടുവന്ന് കിടത്തിയിട്ട് അതാ വെള്ള തുണിയുടെ മുകളിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് നിന്റെ മൂക്കിൽ പഞ്ഞി വെക്കുമല്ലോ. എന്നിട്ട് എല്ലാവരും കൂടെ നിന്നെ അങ്ങ് പൊതിയുമല്ലോ. നിന്റെ കുടുംബക്കാര് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാ, പൊതിയാൻ പോകുകയാ. പടച്ചവനെ കാണാൻ വല്ലാത്ത തിരക്കാ, എല്ലാരും നിന്നെ കാണാൻ വല്ലാത്ത തിരക്കാ.
തിരക്ക് കൂടുമ്പോ നിന്റെ കൂടപ്പിറപ്പ് തന്നെ പറയുകയാ, കണ്ടതൊക്കെ മതി, പൊതിഞ്ഞോ, കുഴിച്ചിടണമല്ലോ, കബറടക്കണമല്ലോ. അവിടുന്ന് പള്ളിയിൽ കൊണ്ടുവന്നു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോ തൗബ ചെയ്ത് മരിച്ചവര്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് മരിച്ചവര്, ഇന്ന് ഈ മജ്‌ലിസിലിരുന്ന് ദുആ ചെയ്തിട്ട് പോയ ഉമ്മ, നീ എത്ര വലിയ പാപം ചെയ്തവളാണെങ്കിലും, നീ എത്ര വലിയ ദ്രോഹം ചെയ്തവളാണെങ്കിലും, ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞിട്ട് പോയാ, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ നിനക്കല്ല തരുന്ന പ്രതിഫലം ഞാൻ പറയൂല. എന്തിനാ നിനക്ക് തരുന്നത് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വരക്കൽ പള്ളിയുടെ ഖബർസാനിൽ നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന 6 അടി മണ്ണിന്റെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ, നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ ഖബറിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബറാളികൾക്ക് എന്ത് സന്തോഷം എന്നറിയോ? പള്ളിപ്പറമ്പില് പെരുന്നാളിന്റെ ആഘോഷമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് മുഴുവനും പെരുന്നാളിന്റെ സന്തോഷവാ. എന്തേ കാരണമെന്നറിയോ? എന്തേ കാരണമെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്ത ഒരു പാവ, അല്ല ഞാൻ കള്ളു കുടിച്ചല്ല, ഇനി കുടിക്കൂല, അല്ല റബ്ബേ ഞാൻ വ്യഭിചരിച്ചല്ല, ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല, അല്ല ഒരുപാട് നിസ്കാരം മുടക്കി, എൻ്റെ ഇക്കാനെ ഞാൻ ചതിച്ചു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ജീവിച്ച അവളെ ഞാൻ വഞ്ചിച്ചു, അല്ല ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് അള്ളാഹുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു മരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച നിന്റെ പരിസരത്ത് കിടക്കുന്നവന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലല്ല, ഇവനെക്കാരും വലിയ കൊലകൊമ്പന്മാര് പറഞ്ഞിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല. അല്ല, ഇവനെക്കാരും എത്രയോ വലിയവർ കിടന്നിട്ട് എത്ര വഴുത് പറഞ്ഞ് ഞാൻ അനങ്ങിയിട്ടില്ല. നാളെ നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോൾ കബറാളികൾ പോലും നിന്നെ ശപിക്കും. എടാ നശിച്ചവനെ, അല്ല തന്ന അവസരം കളഞ്ഞല്ലോടാ. റബ്ബ് നിനക്കൊരുപാട് അവസരം തന്നില്ലേ, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഞങ്ങൾക്ക് പോലും തൗബ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അല്ല നിനക്ക് ചാൻസ് തന്നിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് പെങ്ങളെ, പാപം ചെയ്തവരാ നമ്മളൊക്കെ. അള്ളാഹിനോട് പറ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. കാശ് കൊടുക്കണ്ടല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗബേന. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവം അള്ളാഹു പുറത്തു തരും. പക്ഷെ നമ്മുടെ ഉമ്മമാർ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാ, കയ്യിലോട്ട് മറ്റേ തസ്ബീഹ് അസ്തഗ്ഫിറുല്ലാഹ് 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 അടിയ. ടി വിയുടെ മുന്നിലിരുന്നു അസ്തഗ്ഫിറുല്ലാഹ്, പരദൂഷണം പറയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, തെറ്റുകൾ കണ്ട അസ്തഗ്ഫിറുല്ലാഹ് പറയണം. പണ്ടൊരു ഉസ്താദ് വഴുത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഉസ്താദ് ഔറത്ത് മറയ്ക്കാതൊക്കെ നടന്നു പോകുന്നു, അപ്പോൾ നമ്മളെന്ത് കണ്ട അസ്തഗ്ഫിറുല്ലാഹ് പറയണം. പിറ്റേ ദിവസം കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ പോസ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവരും ചോദിച്ചു എവിടെ എളിയാന്ന്, എല്ലാവരും ചോദിച്ചു എവിടെയെന്ന്. കാരണം എന്തേ? ഉസ്താദ് പറഞ്ഞെന്താ, എന്തെങ്കിലും തെറ്റ് കണ്ട അപ്പോഴും ഇതാ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ്, നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ് ഒന്നും പറയാതിരിക്കല നല്ലത്. എല്ലാവർക്കും അറിയാൻ ചെയ്യണത് പാപമാണെന്നറിയാം, തിരുത്താൻ മനസ്സില്ല. ചെയ്യുന്നത് തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനേക്കാളും വലിയ അക്രമമുണ്ടോ? അതുകൊണ്ടാണ് തഴവ് ഉസ്താദ് പറഞ്ഞത്, പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്ന. നമ്മൾ അവസാനം പറയുക, അല്ലാ ധിക്കരിച്ച് ചെയ്ത, അത് അല്ല കാണുന്നുണ്ടാ അല്ലേ? നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ല കാണുന്നുണ്ടെന്ന്, എന്നിട്ടും ചെയ്ത അല്ല കണ്ട എനിക്കൊരു ചുക്കുമില്ല. അതന്നെ നമ്മൾ ചിന്തിച്ചു വയ്ക്കുക സഹോദര. ഏറ്റവും വലിയ പാപം എന്തെന്നറിയോ? നമ്മളൊന്നും ശിർക്കൊന്നും ചെയ്യൂല. നിങ്ങൾ ചിന്തിച്ചേ, ഏറ്റവും വലിയ പാപം നമ്മൾ വീടിനകത്ത് ആരും കാണാതെ ഇരുന്നൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം മൊബൈലിനൂടെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരെങ്കിലും വരുന്ന ശബ്ദം കേട്ടാൽ അപ്പം എടുത്ത് മാറ്റും. പാപ്പയോ ഉമ്മയോ ആരെങ്കിലും നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ഉടനെ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മാറും.
ആ മനുഷ്യന്റെ വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു മനുഷ്യൻ കയറി വന്നപ്പോൾ നീ ഇവൻ ഇത്രയും ഭയന്നു. നീ അള്ളാഹ്ക്ക് കൊടുത്ത സ്ഥാനം ആലോചിച്ച് നോക്കിയേ. അള്ളാഹ്ക്ക് ഒരു വിലയും നീ കൊടുത്തില്ലല്ലോ. എത്ര വലിയ പാവാ സഹോദരൻ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത് ചിന്തിക്കാത്തതാ. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് പാവങ്ങൾ ചെയ്യാൻ തോന്നുകയാണ്, ഇപ്പോഴും ഞാൻ നശിച്ചു, എൻ്റെ തെറ്റിലേക്ക് ഞാൻ പോകാം, എന്താ വഴി? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, പറയടാ മോനെ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. മോനെ, അള്ളാഹിനെ കുറിച്ചുള്ള അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് സാക്ഷി, വേറെ ആരുമല്ല. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റുകൾ നിത്യം ഇവിടെ ചെയ്യാത്ത ആരുമില്ല സഹോദരൻ. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. ഈ പ്രസംഗിക്കണ എൻ്റെ തനി സ്വഭാവം. ഞാനിങ്ങനെ എല്ലാവരും വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് മുത്താൻ വരും. ഈ ഉസ്താദന്മാരൊക്കെ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ളവർ വരെ. ഞാൻ എൻ്റെ റബ്ബേ, എൻ്റെ സ്വഭാവം എന്താണെന്ന് അള്ളാഹ്ക്ക് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. മനുഷ്യന്മാരല്ല കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ യഥാർത്ഥ പാപങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ആരും അറിയുന്നില്ല. നമ്മൾ ചിന്തിക്കുക, അള്ളാനെ പയ്യില്ലല്ലോ നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുക. അള്ളാനെ ഭയക്ക്. അള്ളാനെ ഭയന്ന് ജീവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലം അല്ലാഹ് നമുക്ക് തരുന്നു. എല്ലാവരും പാപം ചെയ്യുന്നവരെ, ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഈ ചെയ്ത പാപമൊക്കെ ചുമക്കരുത്, അത് ഇറക്കി വെക്കണം. അത് എത്ര വലിയ പാപമാണെങ്കിലും അള്ളാഹുടെ മുന്നിൽ പറഞ്ഞ് നന്നാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരിമാരെ, 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അടുത്ത് ഇവിടെ വഴുതൽ വന്നിട്ട് ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറിപ്പോവാ. ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ, ഞാനിങ്ങനെ റെയിൽവേ ഇറങ്ങിപ്പോവാ. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു മുസ്ലിം താത്ത ഇരിക്കുക. ഈ താത്ത കരയുക. എൻ്റെ അപ്പുറത്തെ സീറ്റിലിരിക്കണ ഒരു താത്ത ഇങ്ങനെ കരയുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടെ കാണാൻ ഇടയ്ക്ക് മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുക. സാധു പടച്ചോനെ, നമ്മൾ വിചാരിച്ചു വല്ല സങ്കടം എന്താപ്പാ, വല്ല അസുഖമോ അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിലോ മരണ വീട്ടിലോ പോകാനും. അവസാനം ഇറങ്ങി പോകുമ്പോഴാണ് അറിയണേ ഈ താത്ത സീരിയൽ കണ്ടിട്ട് കരയാപ്പ. ഒന്ന് ആലോചിക്ക. ട്രെയിൻ, വല്ലാഹി കള്ളം പറഞ്ഞല്ല, പടച്ചോനും 10-30 ഈ താത്ത ട്രെയിനിൽ ഇരുന്നിട്ട് മൂക്ക് വരെ ഇങ്ങനെ പിഴിയാ. സാധു അല്ലാഹു അഅലം. എന്താപ്പാ നിങ്ങളെ ചിരിക്കണത് ഇല്ലേ? നിങ്ങളെ കരയണതോ ആരും കാണുന്നില്ല. ആ കരച്ചൽ അള്ളാനെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് തെറ്റുകൾ ചെയ്യാൻ അള്ളാനെ ഭയക്കടോ ചങ്ങാതി. റബ്ബിനെ നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടൂലല്ലോ. തൗബയുടെ വാതിലടഞ്ഞു പോയാൽ അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ ദിവസവും രാത്രി തൗബ ചെയ്തിട്ടേ 6 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 6 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത്. ഓരോ മനുഷ്യനും ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെക്കണമെന്നാണ്. 6 കാര്യം ചെയ്യാതെ ഉറങ്ങിപ്പോകരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് തൗബ ചെയ്തിട്ടേ ഉറങ്ങാവൂ. അതിന് കരയണം, വിളിക്കണമെന്നും പറഞ്ഞില്ലല്ലോ. ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറ ആത്മാർത്ഥമായിട്ട്. അസ്തഗ്ഫിറുല്ലാഹ് ആത്മാർത്ഥമായിട്ട്. ഇമാം ഗസാലി തങ്ങളുടെ ചരിത്രം പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ചാ ഇമാം ഗസാലി തങ്ങൾ പ്രസംഗിക്കുക. ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ കയറി വരിക വഴുതേക്കാൻ. ഏറ്റവും വൃത്തികെട്ടവനെ വഴുതേക്കാൻ വരണേ. ഓനെ കാണുമ്പോൾ തന്നെ ആൾക്കാർ നീങ്ങിയിരുന്നു. നേരെ കയറി വന്നു വഅലിന്റെ സദസ്സിലിരുന്നു. ഇമാം ഗസാലി തങ്ങൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പ്രസംഗിക്കുക. അവിടെ നിന്ന് പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞ അള്ളാഹ് പുറത്തു കൊടുക്കും. അപ്പോൾ ഓൻ എഴുന്നേറ്റിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞ അള്ളാഹ് പുറത്തു തരും. അപ്പോൾ ഓൻ ആരാന്ന് ചിന്തിച്ച് ചോദിക്കുക. ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, ഞാൻ ചോദിച്ച അള്ളാഹ് പുറത്തു തരുമോ? എടാ, നിന്നെ പോലെ 100 എണ്ണത്തിന് അള്ളാഹ് പുറത്തു കൊടുക്കൂടാന്ന് പറഞ്ഞു. ഓൻ മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് ഇവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എൻ്റെ പാവം പുറത്തു തരണേ അല്ലാഹ്, എൻ്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. എന്നിട്ട് ഓൻ പറയുക, എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് അടയാളം കാണിച്ചു തരണം. എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് അടയാളം കാണിച്ചു തരണം. 3 അടയാളങ്ങൾ ചരിത്രം പറയുക. ഓൻ പറഞ്ഞു, 1, എനിക്ക് ഇൽമ പഠിക്കാൻ, നിന്റെ ഇൽമ എനിക്ക് തരണം. അല്ലാഹുവേ, നിന്റെ ഇൽമ എനിക്ക് തരണം. 1. ഈ മനുഷ്യൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ പാപം പൊറുക്കും. അല്ലാഹ്, നീ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പാപം നീ പുറത്തെങ്കിൽ, എൻ്റെ തൗബ സ്വീകരിച്ചെങ്കിൽ എനിക്ക് നിന്റെ ഇൽമ പഠിക്കാൻ ആഗ്രഹം തരണം, എനിക്ക് ഇൽമ തരണം. 2, പടച്ചോനെ, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം നീ തരണം. 3, എൻ്റെ ശബ്ദം നീ തുറന്നു തരണം, ഏറ്റവും മനോഹരമായ ശബ്ദം. അവസാനം സദസ്സ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ ഈ മനുഷ്യൻ അള്ളാഹു ഇൽമു പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇമാം ഗസാലി തങ്ങളെടുത്ത് വിട്ട് പറഞ്ഞു, എനിക്ക് ഇൽമു പറഞ്ഞു തരാൻ.
നിമിഷങ്ങൾക്കുള്ളിൽ അള്ളാഹു റിസൾട്ട് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ചരിത്രം പറയുക, അദ്ദേഹം ഒരു ഖുർആനോ എന്തെങ്കിലും പാരായണം ചെയ്താൽ പറന്നു പോകുന്ന പറവകൾ പോലും വന്നിരുന്ന് കേൾക്കും. അത്രയും യേശുദാസിനെ കാലം നല്ല ശബ്ദം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിൽ എല്ലാ ദിവസവും രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ് ജീവിതത്തിൽ പറയുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം പറയാൻ. സഹാബത്ത് ചോദിച്ചു, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി എന്തിനാ നബി 70 എന്ന് പറഞ്ഞേ? ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സമയമുണ്ട്. തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് നീ അള്ളാഹിനോട് തൗബ ചെയ്താലും അള്ളാഹു നിന്റെ പാപം പൊറുക്കും. അള്ളാഹു ഗഫൂറ, അള്ളാഹു റഹീമ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തട്ടെ എന്ന് കാത്തിരിക്കരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.